Good morning, everyone. Am I audible? Good morning. Good morning. Assalamu alaikum. Walaikum salam. In another seat. Good Okay. morning. Good morning. Morning. Good morning. മറ്റൊരു മനോഹരമായ ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലേ? Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ വീഡിയോ ഓൺ ആക്കട്ടോ, ജസ്റ്റ് എ മിനിറ്റ്. ജീവിതത്തിന് വിലയുണ്ടാവാൻ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ജീവിതത്തിന് വിലയുണ്ടാവാൻ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ആർ യു റെഡി? Yes, ma'am. ഓക്കെ, വെരി ഗുഡ്. വാട്ട് യു തിങ്ക്? എല്ലാവർക്കും ആ ഒരു ആവശ്യമുള്ള കാര്യമല്ലേ ജീവിതം എന്ന് പറയുമ്പോൾ? അല്ലേ, എല്ലാവരും ഒരു ആവശ്യമുള്ളൊരു കാര്യമാണത്. ജീവിതത്തിന് വിലയുണ്ടാവണം, വാല്യൂ ഉണ്ടാവണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുമല്ലേ? യെസ് ഓർ നോ? Inshallah. യെസ്, എല്ലാവർക്കും ഒരു നിർബന്ധമുള്ള ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കും, അതുപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്യും. അറിഞ്ഞു കഴിഞ്ഞാൽ, കാരണം എല്ലാവരും താല്പര്യമുള്ള, ആവശ്യമുള്ള, എല്ലാവരും അന്വേഷിക്കുന്ന ഒരു രീതിയാണ് ജീവിതത്തിന് വിലയുണ്ടാവാൻ, അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാവാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങല്ലേ? Okay. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ്. സെൽഫ് ലവ്. സ്വയം അവകാശപ്പെടുക, ആദരിക്കുക, പരിമിതികളെയും പരാജയങ്ങളെയൊക്കെ അംഗീകരിക്കുക. എപ്പോഴും നിങ്ങളെ തന്നെ പ്രയോറിറ്റി ആക്കുക. ഇതൊരിക്കലും ഒരു സ്വാർത്ഥതയൊന്നുമല്ല, ഇതൊരു സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമാണ്. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സ്വാർത്ഥമായിട്ട് എല്ലാവരും കാണാറുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക്, അങ്ങനെയല്ല അത്. എങ്ങനെയാന്ന് വെച്ചാൽ എപ്പോഴും എന്താണ്, സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. നമ്മുടെ ലൈഫിന് നമുക്ക് വാല്യൂ വേണമെങ്കിൽ, നമ്മുടെ ലൈഫിന് നമുക്ക് വാല്യൂ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിന് നമുക്ക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് എന്തുണ്ടായിരിക്കണം? നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാക്സിമം ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ പ്ലീസ്. ഓക്കെ, താങ്ക് യു. ഇനി ആരുമില്ല. ഓക്കെ, ഗുഡ്. ഇതിന്റെ കണ്ണട പോയാ
സ്റ്റാൻഡ് കാണാൻ കണ്ണെല്ലാം മാറ്റിയ ഓക്കെ, റെഡി. നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കണം അല്ലേ? ഇങ്ങനെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരുന്നു. സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്തല്ലെന്നോ, സെൽഫ് റെസ്പെക്റ്റ് അല്ല കേട്ടോ. അല്ല, സ്വാർത്ഥതയല്ല. അതൊരു സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ലൈക്ക് അതൊരു സ്വാർത്ഥമായി പോവില്ലേ, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ സ്വാർത്ഥതയുടെ ഭാഗമല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ടെങ്കിലും അതൊരിക്കലും അതല്ല. സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമായിട്ടാണ് സെൽഫ് ലവ് വരുന്നത്. അത് നമുക്ക് വേണം. നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെ അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നമ്മുടെ ലൈഫിന് ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ലൈഫ് മനോഹരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതൊരു പ്രതിസന്ധിയെയും നേരിടുന്ന സമയത്ത് നമുക്ക് നമ്മളോടൊരു വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഓക്കെ, ഗോട്ട് ഇറ്റ്. അടുത്തത് എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഉദ്ദേശപരമായ ജീവിതം നയിക്കുക. ലിവ് വിത്ത് പർപ്പസ്. ലിവ് വിത്ത് പർപ്പസ്. ജീവിതത്തിൽ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലെ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, പർപ്പസ് ഉണ്ടായിരിക്കണം. ലൈഫിന് എന്തുണ്ടായിരിക്കണം? ലക്ഷ്യം ഉണ്ടായിരിക്കണം, അതായത് പർപ്പസ്. ഒരാവശ്യം ഉണ്ടായിരിക്കണം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതിലൂടെ വേണം നമുക്ക് കടന്നു പോവാൻ. ഫോക്കസ് ഉണ്ടാകുക, ഗോൾ ഉണ്ടാവുക, അല്ലെ? ഗോൾ സെറ്റിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കരിയർ ബേസ്ഡ് ഗോൾ സെറ്റിംഗ് മാത്രമല്ല, നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും നമ്മുടെ ഓരോ സ്വപ്നങ്ങളെയും നമുക്ക് ഗോളാക്കി മാറ്റാം. എന്നിട്ട് ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം. ആണ് ലൈഫിന് എന്തുണ്ടാവണം? പർപ്പസ് ഉണ്ടായിരിക്കണം. ആ പർപ്പസിന്റെ കൂടെ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മളെപ്പോഴും ഈ പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് വേണം, പർപ്പസിന്റെ കൂടെ വേണം നമുക്ക് ജീവിക്കാൻ. ഓക്കെ, അടുത്തത് എന്താണ്? ഉദ്ദേശപരമായ ജീവിതം നയിക്കുക, അല്ലെങ്കിൽ വിത്ത് പർപ്പസ്. ജീവിതത്തിൽ എന്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ വലിയ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോക്കസ് നമ്മുടെ ഗോളിന് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് നമ്മുടെ സക്സസിലേക്ക് എത്തിക്കും. വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഓരോ ദിവസവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദെൻ അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് നമ്മൾ അത്രയും വാല്യൂ കൊടുക്കുകയാണ്. നമ്മുടെ ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ സെക്കൻഡും അത്രയും വാല്യൂ ഉള്ളതായിരിക്കും. നമ്മുടെ ഓരോ സെക്കൻഡ്സും നമുക്ക് വാല്യൂ ഉള്ളതായിരിക്കും. ആ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഈ ലക്ഷ്യത്തിലേക്ക് പോവുക എന്നുള്ള വലിയൊരു തീരുമാനം നമ്മൾ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ലൈഫിന് കൊടുത്തിട്ടുള്ള വാല്യൂ അനുസരിച്ചിട്ട് നമ്മുടെ ലൈഫിലുള്ള ഓരോ സെക്കൻഡ്സും നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. നമ്മുടെ വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ദ തിങ് ദാറ്റ് എന്താണ്, ലൈഫിന് പർപ്പസ് ഉണ്ടായിരിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലിവ് വിത്ത് പർപ്പസ്. ഒരു ഉദ്ദേശത്തോടു കൂടി, പർപ്പസോട് കൂടി ജീവിക്കുക. അടുത്തത് എന്താണ്? മനസാക്ഷി. അല്ലേ? മനസാക്ഷി ഉണ്ടായിരിക്കണം. ഡെവലപ്പ് സ്ട്രോങ് വാല്യൂസ്. ശക്തമായ
വാല്യൂസിനെ ഡെവലപ്പ് ചെയ്യുക. അതിന് പറയുന്നതാണ്, അതായത് മനസാക്ഷി എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സാഹചര്യത്തില് വ്യത്യസ്തമായ ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല അല്ലെ? ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സൊസൈറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസാക്ഷിയാണ്. ആ മനസാക്ഷിയെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ജീവിതം മുന്നോട്ടേക്ക് പോകേണ്ടത്. അത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് എന്തായിരിക്കും, നമുക്കൊരു ധൈര്യമായിരിക്കും. നമ്മുടെ റിഫ്ലക്ഷൻ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. These all are based on these kind of strong values. നമ്മുടെ മനസാക്ഷിയെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ടേക്ക് ഒരുപാട് പേരെ സഹായിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ രീതിയിലുള്ള ഒരു സേവന മനോഭാവം ഒക്കെ നമുക്ക് ലഭിക്കും. ഇതെല്ലാം ലഭിക്കുന്നത് നമ്മുടെ മനസാക്ഷിയെ ബേസ് ചെയ്തിട്ട് തന്നെയാ. സ്നേഹം, കരുണ, വാത്സല്യം, അല്ലേ? ദയ, വിശ്വാസ്യത, സത്യം, നീതി, ഇതിനെയൊന്നും കൈവിടരുത്. അതായത് പണവും പ്രശസ്തിയും ഒന്നുമല്ല. നമ്മൾ ഒരുപാട് ഫേമസ് ആയി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫെയിം ഉണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള പണം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് സത്യത്തെ കൈവിടണമെന്നുണ്ടോ? കരുണ ഇല്ലാതിരിക്കണമെന്നുണ്ടോ? ഇല്ല. നീതി നിഷേധിക്കപ്പെടാൻ പാടുണ്ടോ? ഇല്ല. എല്ലാം നമ്മുടെ വാല്യൂസിന്റെ കൂട്ടത്തിൽ കൂട്ടണം. നമ്മുടെ താഴെ നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ, നമ്മുടെ ലക്ഷ്യം എന്താണ്? വലിയ രീതിയിലോട്ട് എത്തണം. വലിയ രീതിയിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്തോ അച്ചീവ് ചെയ്യുന്ന നമ്മുടെ വഴിയിലൂടെയോ നമ്മുടെ കൂടെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല യാത്ര ചെയ്യുക. അവിടെ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്? കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം, ദയ കാണിക്കണം, നീതി കാണിക്കണം, വിശ്വാസം കാണിക്കണം, സത്യം കാണിക്കണം, സത്യസന്ധമായിരിക്കണം, വിശ്വാസ്യത കാണിക്കണം. ഇതെല്ലാം നമ്മുടെ മനസാക്ഷി ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങളാണ്. സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇതെല്ലാം. അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇതെല്ലാം. അത് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. സത്യവും ദയയും കരുണയും എല്ലാം നമുക്ക് നമ്മുടെ മുന്നിലൂടെ നമ്മുടെ യാത്രയില് വേദനിക്കപ്പെട്ടവരെ കാണാൻ പറ്റും, അടിച്ചമർത്തപ്പെട്ടവരെ കാണാൻ പറ്റും, ഇല്ലേ? നമ്മുടെ യാത്രയിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അവരെ നമ്മൾ തിരിഞ്ഞു നോക്കാതെ അവർക്കൊരു സഹായം പോലും ചെയ്യാതെ മുന്നോട്ടേക്ക് പോകുന്നതും, അതേസമയം അല്ലെങ്കിൽ അവരെ ദ്രോഹിച്ചുകൊണ്ട് അവരൊരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അവരെ സഹായിക്കുക. അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ രീതിയിലൊരു സേവന മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വഴി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വഴി കുറച്ചും കൂടി എളുപ്പമായിട്ടാവും നമുക്ക് വരിക. നമ്മുടെ കൂടെ വേണ്ടത് എന്താണ്? കരുണ, സ്നേഹം, വാത്സല്യം, വിശ്വാസം, വിശ്വാസ്യത, സത്യം, ഇതെല്ലാം നമ്മുടെ ഒരു മുതൽക്കൂട്ടായിട്ട് നമ്മുടെ കൂടെ വേണം. അത് നമ്മുടെ കൂടെ നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് നമ്മൾ വാല്യൂ നൽകുന്നു എന്നതാണ് അതിന്റെ മീനിങ്. നമ്മുടെ ലൈഫിന് നമ്മൾ വാല്യൂ നൽകുന്നുണ്ട്, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ പ്രശസ്തിക്ക് വേണ്ടി പ്രശസ്തിയോടല്ല ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് വേണ്ടത് അവർക്ക് ഫെയിം ആവണം. അത് ഇന്ന രീതിയിലുള്ള പ്രശസ്തി അല്ല, കുപ്രസിദ്ധി ആണെങ്കിലും കുഴപ്പമില്ല. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് അതായത് നല്ല രീതിയിൽ പ്രശസ്തിയിലോട്ട് വരുന്നതിന് പകരം അവർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് അതിലൂടെ ഒരു ഫെയിമായി പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലെല്ലാം ഇവര് എന്ത് ചെയ്യുന്നുണ്ട്?
ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും ഒരു മനസ്സാക്ഷി എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോവില്ല. കാരണം അത് ഒരുപാട് പേരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഈ ചെയ്യുന്ന കുപ്രസിദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന, നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന, അവരെന്താണോ ചെയ്യുന്ന ആ ഒരു കാര്യം ഒരുപാട് പേര് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള ആളുകളെല്ലാം ഇത് കാണുമ്പോൾ ഇത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിലേക്ക് വഴിതെറ്റി പോവാൻ സാധ്യതയുണ്ട്. അല്ലേ? അത് നമ്മളിൽ നിന്ന് വരുന്ന ഒരു തെറ്റായ നമ്മുടെ ഒരു രീതി കാരണമാണ് അത് സംഭവിച്ചത്. നമ്മൾ പോലും അറിയാതെ നമ്മളെ കോപ്പി ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പ്രത്യേകിച്ച് നമ്മള് ഒരു പ്രശസ്തിയിലോട്ട് പോകുന്ന സാഹചര്യത്തില് എല്ലാവരും നമ്മളെ വാച്ച് ചെയ്യായിരിക്കും. അത് നമുക്ക് ഈ പറഞ്ഞ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലോട്ട് നമ്മൾ പോവില്ല. നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റിയിലോട്ട് തീർച്ചയായിട്ടും നമ്മൾ പോവില്ല. നമ്മളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ സത്യത്തിനും ഒക്കെ ആയിരിക്കും. നമുക്ക് വാല്യൂസ് ഉണ്ടായിരിക്കും. നമുക്ക് കോർ വാല്യൂസ് നിർബന്ധമായും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ടേക്ക് പോകൂ. പബ്ലിസിറ്റിയേക്കാൾ അവര് പ്രാധാന്യം നൽകുക. പബ്ലിസിറ്റി ലഭിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ലഭിക്കുന്നു? ഇവര് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലഭിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അവര് പ്രാധാന്യം നൽകുക, പബ്ലിസിറ്റിയേക്കാൾ പ്രാധാന്യം നൽകുക. അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒന്നും ലഭിക്കേണ്ട. എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മതി. ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരാളുടെ ലൈഫിനെ അത് ബാധിക്കുകയാണെങ്കിൽ എനിക്കതില് യാതൊരുവിധ എന്റെ ലൈഫിന് അത് എന്തില്ല, യാതൊരുവിധ അർത്ഥവുമില്ല. ഞാൻ എന്റെ ലൈഫിന് അത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും എന്റെ ലൈഫ് കാരണം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ഡിസിഷൻ കാരണം മറ്റൊരാളുടെ ലൈഫിൽ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി ലഭിക്കുന്നു. തെറ്റായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നു. തെറ്റായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നു. പണം സമ്പാദിക്കാൻ പല വഴികളുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന ജോലി, ബിസിനസ് ഇതൊന്നുമല്ലാതെ ലഹരി മാഫിയ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെയും പണം സമ്പാദിക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. അതെന്താ പണമല്ലേ? പക്ഷെ അവിടെ എന്താണ് വ്യത്യാസം? മനസാക്ഷിയുള്ളവർ ആ ജോലി ചെയ്യില്ല. മനസാക്ഷിയുള്ളവർ അങ്ങനത്തെ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങി പോവില്ല. അത് സത്യത്തിന്റെ പണമല്ല. അത് വിശ്വാസ്യതയുടെ പണമല്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും പണമല്ല. അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മണിയാണ് അവിടെ വരുന്നത്. അത് നമുക്ക് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ. നമുക്കൊരിക്കലും അത് പോസിറ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ, പണത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ വിശ്വാസ്യത നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ സമാധാനമായിരിക്കും നഷ്ടപ്പെടുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. പക്ഷേ ഈ പണം നമ്മുടെ കയ്യിലേക്ക് വരുമെന്നല്ലാതെ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? നമുക്ക് സമാധാനമാണ്. ആ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് എത്ര നാൾ നമുക്ക് മുന്നോട്ട് ജീവിച്ചാലും ആ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവില്ല. അല്ലേ? സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് എത്ര നമ്മൾ മുന്നോട്ടേക്ക് ജീവിച്ചാലും ആ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല. എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവർക്കും എന്താണ് ലൈഫിൽ വേണ്ടത്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സമാധാനവും സന്തോഷവും വേണമെന്നായിരിക്കും ആദ്യത്തെ മറുപടി. എല്ലാവരും സീക്ക് ചെയ്യുന്നത് അതാണ്. എല്ലാവർക്കും ആവശ്യമുള്ളത് അതാണ്. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെ മനസാക്ഷി എന്നത് നമുക്കുണ്ടായിരിക്കണം. സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫിന് നമ്മളൊരു പർപ്പസ് ഉണ്ടായിരിക്കണം. ആ പർപ്പസ് മുന്നിൽ കണ്ടുകൊണ്ട് അതിലേക്കായിരിക്കണം നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകേണ്ടത്. മനസാക്ഷി നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സർക്കിൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ കൂടെയുള്ളവരിലെല്ലാം ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തു പോകും. നമുക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, ബിഹേവിയറാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ലൈഫ് നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എങ്കിൽ അവിടെയെല്ലാം ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും. ഓട്ടോമാറ്റിക്കലി അത് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ നമ്മൾ പോലും അറിയാതെ അതിലേക്ക് എത്തിച്ചേരും. ഓക്കെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിലേക്ക് എത്തിച്ചേരും. അടുത്തത് എന്താണ്? സമയം പാഴാക്കരുത്. വാല്യൂ യുവർ ടൈം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്.
നമ്മുടെ സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും 24/7 സമയമുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട സമയമാണ്. ആ സമയത്ത് ഒരിക്കലും പാഴാക്കരുത്. വാല്യൂ ചെയ്യുക. നമ്മുടെ സമയത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. വാല്യൂ യുവർ ടൈം. നമുക്ക് ലഭിക്കുന്ന ഓരോ സെക്കൻഡ്സും, ഓരോ മിനിറ്റ്സും അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളും വളരെ വാല്യൂ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെലവാക്കുന്നത്. പാഴാക്കി കളയില്ല. ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ സർഫിങ്ങിലൂടെ ഞാൻ പാഴാക്കി കളയാൻ ഉദ്ദേശിക്കുന്നതല്ല എൻ്റെ ലൈഫ്. ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ടിയുള്ളതാണ്. അല്ലെ? അതില് ഉറക്കം പോലും പ്രാധാന്യമുള്ളതാണ്. നമുക്ക് ക്ഷീണം വരുന്നു. നല്ല ക്ഷീണമുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്താണ്? ഞാൻ എൻ്റെ ലൈഫിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങിയിട്ട് എൻ്റെ ലൈഫിന് ലൈഫിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ കളയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാണ്? നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കി കളയും. സോ എല്ലാതും വേണം. ഈ സമയത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ നമ്മുടെ സെൽഫ് കെയറിനുള്ള സമയം കൂടി നമ്മൾ അവിടെ കണ്ടെത്തണം. നമ്മുടെ സെൽഫ് കെയറിനുള്ള നമുക്ക് സമാധാനത്തോടു കൂടി കുറച്ച് ഇരിക്കാനുള്ള സമയം, നമുക്ക് വിശ്രമിക്കാനുള്ള സമയം. ഒരു ക്ഷീണം തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഒന്ന് ഉറങ്ങി എണീക്കണം അല്ലെങ്കിൽ ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്തതിന് ശേഷമായിരിക്കണം അടുത്തതിലേക്ക് നമ്മൾ തിരിയേണ്ടത്. അല്ലാതെ അത് അവിടെ നിൽക്കട്ടെ പിന്നീട് നമുക്ക് അതിലേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആയി പോകും, ഒരുപാട് ക്ഷീണിച്ചു പോകും. അതേസമയം നമുക്ക് കൊടുക്കുന്ന ആ ഒരു സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെൽഫ് കെയറിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് റെസ്റ്റ് ആവശ്യമുള്ള സമയമാണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കണം. മൈൻഡിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും. മൈൻഡിനാണ് റെസ്റ്റ് ആവശ്യമുള്ളതെങ്കിൽ മൈൻഡിന് റെസ്റ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അതിനായി ചെയ്യേണ്ടത് അതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഹെവി ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരണം. കാരണം നമ്മുടെ മൈൻഡിന് റെസ്റ്റ് ആവശ്യമാണ്. എപ്പോഴും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മൈൻഡ് കംപ്ലീറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞാണ് പോകുന്നത്. അതിന്റെ ഒപ്പം ബോഡിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കൊന്ന് സെറ്റായി നിൽക്കാൻ വേണ്ടി, നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം കാമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻസ് ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. ബ്രീത്തിങ് എക്സസൈസുകളും മെഡിറ്റേഷനുകളും എല്ലാം എന്താണ്? അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഒരു റിലാക്സേഷൻ വേണം. അതായത് 1 or 2, 3 ഡേയ്സ് അല്ലെങ്കിൽ 1 വീക്ക് ഒക്കെ എനിക്ക് ഇതിനെല്ലാം എൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി എനിക്ക് കുറച്ച് സമയം നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സിലെങ്കിലും ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്നെല്ലാം മാറി ഒഴിഞ്ഞ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ, കംപ്ലീറ്റ്ലി വർക്ക് പ്രഷർ ഒന്നുമില്ലാത്ത, മൊബൈൽ ഫോണിന്റെ തിരക്കുകളില്ലാത്ത സ്ഥലത്ത് പോയി ഒഴിഞ്ഞ് നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ്. നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നതുകൊണ്ട്. കാരണം ഡേ ബൈ ഡേ ഓരോ ദിവസവും നമ്മുടെ തിരക്കുകൾ കൂടിക്കൊണ്ടുവരികയാണ്. ഓരോ ദിവസം ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയിട്ട്, നമ്മുടെ മൈൻഡ് ഓക്കെ ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബോഡി റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി മാറി നിൽക്കുക. ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. ഒരു സമയം അതിനു വേണ്ടി കണ്ടെത്തുക. മെഡിറ്റേഷൻ, നമ്മളിപ്പോ ചെയ്യുന്ന മെഡിറ്റേഷന് വേണ്ടി നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും അല്ലേ, എല്ലാ ദിവസവും അതിനു വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബിക്കോസ് യു വാല്യൂ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. കാരണം ഒരുപാട് ആളുകളുണ്ട് ഈ ലോകത്ത്, ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യരുള്ള ഈ ലോകത്ത്.
ഇങ്ങനെ കുറച്ച് പേര് യുണൈറ്റ് ചെയ്ത് ഇതിലേക്ക് വരുന്നു, മുന്നിൽ വരുന്നു. അവർ ഡെയിലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെഫിനറ്റ്ലി ലൈഫിൽ മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മൈൻഡിന് കൊടുക്കുന്ന റിലാക്സേഷൻ ആണ്, അല്ലേ? മൈൻഡിനും ബോഡിക്കും കൊടുക്കുന്ന റിലാക്സേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിരിക്കും. ഫോക്കസ് കൂടിയിട്ടുണ്ടായിരിക്കും. ദെൻ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. അത്രത്തോളം പ്രാധാന്യം ജീവിതത്തിന് നൽകുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഓരോ സമയവും വിലപ്പെട്ടതാണ്. അത് നമ്മുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയും നമ്മുടെ സെൽഫ് കെയറിന് വേണ്ടിയും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ടൈം മാനേജ്മെന്റിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം മുന്നോട്ടേക്ക് പോവാൻ. എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കും. നമ്മൾ ചെയ്യാനുള്ള വർക്കിന് മാത്രമല്ല, നമ്മുടെ ഫാമിലി ടൈം, നമ്മുടെ ഫ്രണ്ട്സ് ടൈം, നമ്മുടെ മീ ടൈം, നമുക്ക് വേണ്ടിയുള്ള സമയം, നമുക്ക് വിശ്രമിക്കാനുള്ള സമയം, നമ്മുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാനുള്ള സമയം, അതിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയം, നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള സമയം, ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. എന്നാൽ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും വിലപ്പെട്ടതായിട്ട് കാണുന്നത് നമ്മുടെ ജീവിതത്തിന് നമ്മളെ വാല്യൂ നൽകുന്നത് കൊണ്ടാണ്. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. ആ നിമിഷത്തിന് നമ്മൾ വില നൽകുന്നത് ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫിന് നമ്മൾ വാല്യൂ നൽകുന്നത് കൊണ്ടാണ്. അത്രയും വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. അത് പാഴാക്കി കളയാൻ, അത് ഒന്നുമല്ലാതായി പോവാൻ ഞാൻ തയ്യാറല്ല എന്ന് നാം എടുക്കുന്ന നമ്മുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന എല്ലാത്തിലേക്കും നമ്മൾ എത്തുന്നത്. ഈ പറയുന്ന മെഡിറ്റേഷൻ അടക്കം അതിലേക്ക് നമ്മൾ എത്തുന്നത് എന്താണ്? അത്രയും വിലപ്പെട്ട നമ്മുടെ ജീവിതം പാഴാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളിലേക്കും ഞാൻ എത്തിച്ചേരും. ഞാൻ അത് ചെയ്യുകയും ചെയ്യും. ഈ ഒരു ഡിസിഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ശ്രമിക്കുക തന്നെ ചെയ്യും, എത്തുക തന്നെ ചെയ്യും. ബിക്കോസ് നമ്മളെ ലൈഫിന് നമ്മൾ എന്ത് നൽകുന്നുണ്ട്? പർപ്പസ് നൽകുന്നുണ്ട്. നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ ലൈഫിന് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്താണ്? ബിൽഡ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തുക. എന്താണ് ആത്മവിശ്വാസം വളർത്തുക? ബിൽഡ് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ബിൽഡ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വളർത്തുക. നമുക്കെപ്പോഴും ഉണ്ടാവേണ്ടത് അതാണ്. കോൺഫിഡൻസ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴും നമ്മുടെ കൂടെ നമുക്ക് ഈ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരുവിധ പേടിയില്ലാണ്ട് ധൈര്യത്തോടു കൂടി അതിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അവിടെ നമ്മള് ഈ പറഞ്ഞ പോലെ ആൻസൈറ്റിയോ ഫിയർ ഒന്നും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. കാരണം നമ്മൾ അത്രയും കോൺഫിഡന്റ് ആണ്. ഈ കോൺഫിഡൻസ് നമ്മുടെ ബോഡിയിലും നമ്മുടെ ബിഹേവിയറിലും എടുത്തു കാണിക്കും. നമ്മുടെ ഓരോ രീതിയിലും ഈ കോൺഫിഡൻസ് എടുത്തു കാണിക്കും. അവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഒരു സമൂഹത്തിന്റെ, കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട്, സമൂഹത്തിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആണോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മളെ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, നമ്മളെ വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് അവരെ പേടിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എന്തിനാ നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ട ആവശ്യം? അവർക്ക് അവരെ തന്നെ ഒരു ഉറപ്പില്ല, പിന്നെ അവര് പറയുന്ന കാര്യങ്ങളല്ല നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, കോൺഫിഡൻസോട് കൂടി നമ്മൾ പറയാണ് ഇങ്ങനെയാണ് ഈ രീതിയിലാണ്, ഭയങ്കര കോൺഫിഡൻസോട് കൂടി നമ്മൾ പറയാണ്. ഈ കോൺഫിഡൻസ് നമ്മുടെ ബിഹേവിയറിലും നമ്മുടെ എല്ലാത്തിലും എടുത്തു കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ള ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ, അവരെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, നമ്മളെ വാല്യൂ ചെയ്യുള്ളൂ.
അത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും എടുത്ത് കാണിക്കണം. വെറുതെ നടക്കുകയാണെങ്കിൽ പോലും ആത്മവിശ്വാസത്തോടു കൂടി നടക്കുക, കോൺഫിഡൻസോടു കൂടി നടക്കുക. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തല ഉയർത്തി മുന്നോട്ടേക്ക് നോക്കി ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്ന് പറയുന്നതിലല്ല. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് പറയുന്നതില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോഴും ഇതേ കാര്യം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ കാര്യം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് കോൺഫിഡൻസോട് കൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റണം. നമ്മുടെ തല താഴാൻ പാടില്ല. നമുക്ക് അപ്പോഴും ഫിയർ വരാൻ പാടില്ല, പേടി വരാൻ പാടില്ല. ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് പേടിച്ചിരിക്കുന്ന അവസ്ഥയിലോട്ട് വരാൻ പാടില്ല. നമ്മൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. എന്താണെങ്കിലും ഞാൻ ഇതിനെല്ലാം തരണം ചെയ്യും. ആ രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരിക്കണം. Am I right? മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേ? ആ രീതിയിലുള്ള കോൺഫിഡൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം, നമുക്കുണ്ടായിരിക്കണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. തന്നെ എത്രത്തോളം നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു, അതിന് അത്രത്തോളം നമ്മൾ നമ്മുടെ ലൈഫിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മീനിങ്. എത്രത്തോളം നമ്മൾ മുന്നോട്ടേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുന്നുണ്ട്, അത്രത്തോളം നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ ലൈഫിനെ വാല്യൂ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സർക്കിൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അവിടെ എല്ലാം പോസിറ്റിവിറ്റി നിറയും. അവിടെയും ഒരു വാല്യൂ കാണാൻ പറ്റും. എല്ലാവരിലും ഒരു വാല്യൂ കാണാം. അതേസമയം അവരും നമ്മളെ വാല്യൂ ചെയ്യുന്നതായിട്ട് കാണാം. നമുക്കും ഒരു വില നൽകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അൾട്ടിമേറ്റ്ലി ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങളാണ്. ഒരു ദിവസം കൊണ്ട് ഇന്ന് ഇങ്ങനെ ചെയ്തു, നാളേക്ക് ഇത് മാറി പറയാൻ പറ്റില്ല. ഇനി ഞാനിത് ചെയ്തു വയ്ക്കുന്നത് അങ്ങനെ മാറില്ല. പക്ഷെ ഡേ ബൈ ഡേ നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. ഗ്രാജുവലി ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് 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 വലിയ മാറ്റത്തിലേക്ക് എത്തും. ഓക്കെ. എന്താണ് മാനസിക ആരോഗ്യത്തെ മുൻഗണിക്കുക, പ്രയോറിറ്റൈസ് മെന്റൽ ഹെൽത്ത്. നമ്മുടെ ലൈഫില് നമ്മൾ വാല്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുക, മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. അവർക്കും ഈ പറഞ്ഞ മെന്റൽ ഹെൽത്ത് എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊക്കെ പറയുന്നത് സംഭവിക്കുന്നത് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്. അവരുടെ മെന്റൽ ഹെൽത്തിനെ നമ്മൾ വാല്യൂ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് മെന്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ആണെങ്കിലും നമുക്കുണ്ടാവുന്ന ഈ ട്രോമയും ഡിപ്രഷനും ആൻസൈറ്റിയും ഒന്നും അവഗണിക്കരുത്. അതൊന്നും തമാശയായിട്ട് കാണരുത്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ട്രോമ വരുന്നുണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട്, എനിക്ക് ആൻസൈറ്റി ഉണ്ട്, എനിക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, ഇതെല്ലാം എനിക്ക് സംഭവിക്കുന്നില്ല, അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷനും യോഗയും എക്സസൈസും എല്ലാം മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതിന്റെ അപ്പുറത്തോട്ട് ഓവർ തിങ്കിങ്ങും ആൻസൈറ്റിയും ഡിപ്രഷനും എല്ലാമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നതെങ്കിൽ, അതെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, നമുക്കൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് വേണ്ട തെറാപ്പി നമ്മൾ ചെയ്യണം. PhD കഴിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും മെന്റൽ ഹെൽത്തിൽ എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത്. തുടക്കത്തിലോ അല്ലെങ്കിൽ ചെയ്യുന്നതിന് മുമ്പോ ഉള്ള മെന്റൽ ഹെൽത്ത് സ്റ്റെബിലിറ്റി ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശക്തി ആയിരിക്കില്ല ഇപ്പോൾ ഉണ്ടാവും. നല്ല രീതിയിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ടാവും.
അതാണ് നമുക്ക് വേണ്ടത്. മെന്റൽ ഹെൽത്ത് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഏതാണോ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ടേക്ക് വന്ന് അതിനെ മാറ്റി ഇല്ലാതാക്കാൻ പറ്റും. മെന്റൽ ഹെൽത്ത് ഇല്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. സോ പ്രധാനമായിട്ട് വേണ്ടത് ഈ മെന്റൽ ഹെൽത്ത് തന്നെയാണ്. ഏതൊരവസ്ഥയും തരണം ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ മെന്റൽ ഹെൽത്ത് തന്നെയാ വേണ്ടത്. അതിൽ കോട്ടം വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഈവൻ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ വീടുകളിലോ നമ്മുടെ ലൈഫിലോ ഉണ്ടാവരുത്. ഈവൻ അവരുടെ സ്കൂളുകളിൽ പോലും അത് സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ തയ്യാറായിരിക്കണം. സ്കൂളുകളിൽ അല്ലേ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ? മറ്റേ ടോർച്ചറിങ്ങും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് സംഭവിക്കുന്നു, കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് മറ്റുള്ള ട്രോമ ലഭിക്കുന്നു. സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ടോർച്ചറിങ്ങിന്റെ ഭാഗമായിട്ടാണ്. സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ മെന്റൽ ഹെൽത്തിനെ അത്രത്തോളം ബാധിക്കുന്നുണ്ടാവും. ഇപ്പൊ റീസെന്റ് എനിക്ക് കാണാൻ പറ്റി, ഒരു സ്കൂളിൽ, അതായത് CBSE സ്കൂളാണ്. സ്കൂളിൽ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇതെല്ലാം പുറത്തു വരുന്നത്. അവിടെയുള്ളവർക്ക് അറിയുമായിരിക്കും. അവിടെയുള്ള അവരുടെ സ്റ്റുഡൻസിനും അവരുടെ പാരന്റ്സിനും അവിടുത്തെ ടീച്ചേഴ്സിനും ഈ പ്രശ്നങ്ങളെല്ലാം മുമ്പേ നേരിടുന്നതായിരിക്കും. പക്ഷെ പുറം ലോകം അറിയുന്നത്, ഒരു പ്രശ്നമായി മാറുന്നത് അവിടെ ഒരു അപകടം ഉണ്ടായതിനു ശേഷം, ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോ വന്നിട്ടുള്ള കാര്യം വന്നാൽ, ലഞ്ച് ടൈം വെറും 20 മിനിറ്റ്സ്, 20 മിനിറ്റ് മാത്രമേ ലഞ്ച് ടൈം ആ സ്കൂളിൽ അവർ നൽകിയിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് എന്താവാനാ? നമ്മള് സാധാരണ എല്ലാ സ്കൂളുകളിലാണെങ്കിലും ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ലഞ്ച് ടൈം കൊടുക്കും അല്ലേ? 40 മിനിറ്റ്സ് ആണ് അധികം കൊടുക്കാറുള്ളത്. ലഞ്ച് ടൈം എന്ന് പറയുന്നത് കൈ കഴുകുക, ഫുഡ് കഴിക്കുക എന്ന് മാത്രമല്ലല്ലോ, അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം, അവർക്കൊന്ന് ഫ്രഷപ്പ് ആയി വരാനുള്ള സമയം. കുട്ടികളല്ലേ, എത്രത്തോളം തിരക്കുകൾ. ഇപ്പൊ ഒന്ന് ടോയ്ലറ്റിൽ പോയി വന്ന് വരണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സാധാരണ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ, അതിൻ്റെതായ തിരക്കുണ്ടാവും. ഇത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവര് ഫുഡ് കഴിക്കാനിരിക്കുകയാണെങ്കിൽ അതിനുള്ള സമയം ലഭിക്കുന്നുണ്ടാവും. പ്രഷർ ചെയ്ത് ടെൻഷൻ അടിച്ച് ഇപ്പൊ ബെല്ലടിക്കും ഈ രീതിയിലായിരിക്കും ആ മക്കള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറ്റില്ല, അവര് നേരെ ക്ലോസ് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിലോട്ട്. ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കാനുള്ള സമയം അവർക്ക് ലഭിക്കുന്നില്ല. രാവിലെ 9 മണിക്ക് 10 മണിക്ക് തുടങ്ങിയ ക്ലാസ് 4 മണി വരെ തുടർന്ന് പോകുന്നതിന്റെ ഇടയിൽ റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയത്ത് അവർക്ക് ടെൻഷൻ കൊടുക്കുകയാണ്, അവർക്ക് പ്രഷർ കൊടുക്കുകയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാനുള്ള സമയം പോലും ലഭിക്കുന്നില്ല. ചെയ്യുമ്പോഴും പേടിയാണ്, ഇപ്പൊ ബെല്ലടിക്കും. ഇതായിരിക്കും ആ കുട്ടികളുടെ അവസ്ഥ. സോ എത്രത്തോളം ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ആ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് യാതൊരു വിധ വാല്യൂ കൊടുക്കാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അവിടെ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളിലോട്ട് ചേർക്കുമ്പോൾ ഏറ്റവും നല്ല പഠനം ലഭിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ് ചേർക്കുന്നു. ഏറ്റവും കൂടുതൽ അക്കാദമിക് വൈസ് ഇംപ്രൂവ് ആയി നിൽക്കുന്ന സ്കൂൾ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നു. അക്കാദമിക് വൈസ് സക്സസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളുള്ള സ്കൂളുകളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഈ തിരഞ്ഞെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. സ്കൂൾ എന്ന് പറയുന്നത് പഠനം മാത്രമല്ല, ആ കുട്ടിയെ മോൾഡ് ചെയ്തെടുക്കുന്നത് അവിടെ നിന്നാണ്. അവിടെയുള്ള കുട്ടികൾ, മറ്റുള്ള കുട്ടികൾ എങ്ങനെയാണ്, അവിടെ ടീച്ചേഴ്സിന്റെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അവരുടെ ടൈം എങ്ങനെ, ഈവൻ ഈ പറഞ്ഞൊരു അവർക്ക് ലഭിക്കുന്ന ഇന്റർവെൽ ടൈം അടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയമുണ്ടോ? അവിടെ ടോർച്ചറിങ് നടക്കുന്നുണ്ടോ? അവരെ കുട്ടികളായിട്ട് കാണുന്നുണ്ടോ? അവർക്ക് കിട്ടേണ്ട പരിഗണന അവിടെ ലഭിക്കുന്നുണ്ടോ? ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെന്റൽ ഹെൽത്തിന് ആ സമയത്ത് ലഭിക്കുന്ന ട്രോമ ലൈഫ് ലോങ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും ഒരുപോലെ ഈ പറഞ്ഞ ലഞ്ച് ടൈം 20 മിനിറ്റ്സ് കൊണ്ട് ലഞ്ച് ടൈം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്
നമുക്ക് തികയില്ല. അത്രയും സമയം ഇരുന്നതിന് ശേഷം അത്രയും സമയത്ത് നമ്മുടെ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ശേഷം നമുക്ക് ലഭിക്കുന്ന ആ 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹറിബറി ആയിരിക്കും. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോലും അത്രത്തോളം പ്രാപ്തി ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്ന നമ്മുടെ മക്കൾ അവിടെ പോയി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് 20 മിനിറ്റ്സ് എന്തുണ്ടാവാനാ? അവരെല്ലാ ദിവസവും ഒരുപോലെ ആ ഒരു സമയത്ത് അവർക്ക് ലഭിക്കുന്ന പ്രഷറാണ്. ആ സമയത്ത് അവർക്ക് പ്രഷർ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബെല്ലടിക്കാനായി. ഈ ഒരു പേടി കൊണ്ടായിരിക്കും ഡെയിലി ഇത് അവരിലേക്ക് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തരം ട്രോമയായിട്ട് അവരിലേക്ക് എത്തുകയാണ്. അത് ഇപ്പോഴല്ല കാണുക. ആ കുട്ടികൾ അപ്പത്തെ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അതിനൊക്കെ പൊരുത്തപ്പെട്ട് ആ രീതിയിൽ പോകും. പക്ഷെ ഈ ഒരു ട്രോമ ലൈഫ് ലോങ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊരു ട്രോമയായിട്ട് അവരിൽ ക്രിയേറ്റ് ചെയ്യും. ഗ്രാജുവലി ഡേ ബൈ ഡേ ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ട്രോമയായിട്ട് അവർ മാറും. അത് ഗ്രാജുവലി അവിടെ ട്രോമ ക്രിയേറ്റ് ചെയ്യും. ദെൻ ലൈഫ് ലോങ് അവരുടെ കൂടെ ഈ ഒരു ട്രോമ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കും. വളരെ ചെറിയൊരു കാര്യത്തിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. പ്രശ്നം ഉണ്ടായതിനു ശേഷം അവരത് ആ 20 മിനിറ്റ്സിനെ മാറ്റി 40 മിനിറ്റ്സ് ആക്കി മാറ്റി. 20 മിനിറ്റ്സ് എന്നുള്ള സമയത്ത് 40 മിനിറ്റ്സ് ആക്കി മാറ്റി. ഇടയിലുള്ള ഇന്റർവെൽസ് 15 മിനിറ്റ്സ് ആക്കി മാറ്റി. മേ ബി 5 or 10 മിനിറ്റ്സ് ആയിരിക്കും അവരിടയിലുള്ള ഇന്റർവെൽസ് കൊടുക്കുന്നുണ്ടാകുക. ഇവർക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയം പോലും നൽകാതെ ഇത്രത്തോളം കൺജസ്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെത്രത്തോളം അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. ഇതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യമാണെങ്കിലും. അവർ പോകുന്ന അവരുടെ ഓരോ വഴിയിലും അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിലില്ലാത്തതാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അവരെ അതിലേക്ക് കൊണ്ടുപോകാൻ. അവരുടെ ലൈഫിൽ ആ ഒരു സമയത്ത് ഇൻജെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫ് ലോങ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിരിക്കരുത്. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ട് വേണം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അടുത്തത് നല്ല ബന്ധങ്ങൾ മെയിൻറ്റെയിൻ മീനിങ്ഫുൾ റിലേഷൻഷിപ്പ്. സ്നേഹവും ബഹുമാനവുമുള്ള ബന്ധങ്ങൾ ജീവിതത്തെ സമ്പന്നമാക്കുന്നു. നല്ല ബന്ധങ്ങൾ നിലനിർത്തുക. പോസിറ്റീവായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തുക. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി പോരാനുള്ള ധൈര്യം കാണിക്കുക. ടോക്സിസിറ്റി ആണ് ഉള്ളതെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി വരാനുള്ള ധൈര്യം കാണിക്കുക. ഒരു ടോക്സിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെ മുന്നോട്ടേക്ക് പോയി നമ്മുടെ ലൈഫിനെ കൺജസ്റ്റഡ് ആക്കി കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. വിലപ്പെട്ട നമ്മുടെ ജീവിതം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ നല്ല നല്ല ബന്ധങ്ങൾ നമ്മുടെ കൂടെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുക. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നമുക്കുള്ളതെങ്കിൽ അതിൽ നിന്നും ഇറങ്ങി വരാനുള്ള ധൈര്യം കാണിക്കുക. നോ പറയാനുള്ള ധൈര്യം കാണിക്കുക. ഒരിക്കൽ നമുക്കതിനെ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ വളരെ വലുതായിരിക്കും. നമ്മുടെ ലൈഫിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം നമുക്കതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഈ ഒരു സാധനം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിട്ട് മാറും. സോ ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഓരോ കാര്യത്തിലും നമ്മൾ വാച്ച് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാനും ശ്രദ്ധിക്കാനും. ഓക്കെ. അപ്പൊ നല്ല നല്ല ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകളാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പുകളാണെങ്കിലും എല്ലാം നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾ നമ്മുടെ കൂടെ കൂട്ടുക. ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുക. നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നമുക്ക് ആ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് നെഗറ്റിവിറ്റിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു വൈബാണ്, നെഗറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് മാറി പോസിറ്റിവിറ്റി ലഭിക്കുന്നതിലോട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടുകയുള്ളൂ, സക്സസ്ഫുൾ ആവുകയുള്ളൂ, സമാധാനം ലഭിക്കുകയുള്ളൂ, സമാധാനവും സന്തോഷവും ലഭിക്കുകയുള്ളൂ. ഓക്കെ.
പിന്നെ അടുത്തത് എന്താണ്? കണ്ടിന്യൂസ് ലേണിംഗ്, ലൈഫ് ലോങ് ലേണിംഗ്. തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയതായി പഠിക്കാൻ തയ്യാറാവുക, ഓരോ അനുഭവത്തെയും ഓരോ പഠനമായി കാണുക. ഈ കണ്ടിന്യൂസ് ലേണിംഗിന്റെ ഭാഗമായി പറയുമ്പോൾ ബുക്ക് എടുത്ത പഠനം മാത്രമല്ല. ബുക്ക് എടുത്തിട്ട് നമ്മൾ വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ നമ്മുടെ അനുഭവങ്ങളും നമുക്കെന്താണ്? നമുക്ക് പഠിക്കാനുള്ള മാർഗമാണ്. നമുക്കുള്ള പാഠമാണ്. ഓരോ എക്സ്പീരിയൻസ് നമ്മുടെ മാത്രം എക്സ്പീരിയൻസ് ആയിരിക്കില്ല. മറ്റുള്ളവർക്കുണ്ടാവുന്ന എക്സ്പീരിയൻസിനെ പറ്റി അറിയുന്നതും അതിനെപ്പറ്റി അന്വേഷിക്കുന്നതും നമുക്കെന്താണ്? നമ്മുടെ പഠനത്തിന്റെ ഭാഗമാണ്. നമുക്കുള്ള അനുഭവങ്ങളാണ്. നമുക്കുള്ള പാഠങ്ങളാണ്. അത് നമ്മളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ മുന്നിൽ മറ്റൊരു രീതിയിലോട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ സംഭവിച്ച തെറ്റ് പിന്നീട് നമ്മൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അനുഭവങ്ങളിൽ നിന്നും പഠിക്കുക എന്നുള്ളതിന് അതാണ് പറയുക. ലൈഫ് ലോങ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കണം. അതൊരിക്കലും അക്കാദമിക്കലി അല്ലെങ്കിൽ ബുക്ക്, സിലബസ് ഇതൊന്നുമല്ല. എപ്പോഴും ഒരു ഡിഗ്രി കഴിഞ്ഞ് ഞാൻ അടുത്ത ഡിഗ്രി എടുക്കട്ടെ, ആ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ വേറെ ഡിഗ്രി എടുക്കട്ടെ, ഇങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അതുകൂടി നമ്മൾ പഠിക്കണം. ഓരോ ആളുകളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്. ഓരോ ആളുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്നും നമ്മൾ പഠിക്കണം. അതിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളണം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് നമ്മുടെ ലൈഫിൽ വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇതെന്താണ്? ലൈഫ് ലോങ് ലേണിംഗിന്റെ ഭാഗമാണ്. ജീവിതകാലം മുഴുവൻ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഡോക്ടേഴ്സ് ആണെങ്കിലും സൈക്കോളജിസ്റ്റുകളാണെങ്കിലും സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാം ട്രെയിനേഴ്സ് ആണെങ്കിലും എല്ലാം അവരിൽ അന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവർ ഫുൾ ടൈം വാച്ചിങ് ആയിരിക്കും ഓരോ കാര്യങ്ങളിലും. അല്ലേ? അവരുടെ ലൈഫിൽ നല്ല സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ഡേറ്റഡ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്ഡേഷൻ വേണം. ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇന്ന് എനിക്കുള്ള ഒരു അറിവ് അത് മാത്രം ഞാനൊരു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞത് തീർന്നു. എനിക്ക് പറയാനുള്ളത് മുഴുവൻ തീർന്നു. ഇത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ ആളുകൾക്ക് ബോറടിക്കില്ലേ? ആളുകൾക്ക് വേണ്ടത് പുതിയ കാര്യങ്ങളാണ്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ആരും അതിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ വാച്ച് ചെയ്യണം ഓരോ കാര്യം, ഈച്ച് ആൻഡ് എവറിത്തിങ്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വാച്ച് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് കൊണ്ട് യാതൊരുവിധ അർത്ഥവും ഇല്ല. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഞാനും പ്രൊഫഷണലി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഇങ്ങനെ ഒരാളാണ്. അപ്പൊ ഞാൻ എന്റെ ജോലി ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ആ ജോലി ചെയ്യുന്നതനുസരിച്ച് അവർ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കണം. ലൈഫ് ലോങ് ലേണിംഗിന്റെ ഭാഗമാണത്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിലേക്കെല്ലാം നമ്മൾ ഇറങ്ങിപ്പോകണം. എങ്കിലേ നമുക്കിതെല്ലാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മൾ വാല്യൂ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നത്. അടുത്തത് എന്താണ്? സാമൂഹിക ഉത്തരവാദിത്തം തിരിച്ചറിയുക. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തോട് കടപ്പാട് കാണിക്കുക. നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തോട് കടപ്പാട് കാണിക്കുക. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എമ്പതി കാണിക്കണം. നമ്മളെല്ലാവരെയും കരുതണം. സ്നേഹവും കരുണയും വാത്സല്യവും എല്ലാം ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ കടപ്പാടും കാണിക്കണം. സേവന മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ മടിച്ചുകൊണ്ട് പിന്നോട്ടേക്ക് നിൽക്കുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സേവന മനോഭാവം അവിടെ കാണിക്കണം. എല്ലാം പൈസയല്ലല്ലോ, എല്ലാം ജോലിയല്ലല്ലോ. ഈ ജോലിയിലും നമ്മൾ സേവന മനോഭാവം കാണിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയും നമ്മൾ നമ്മുടെ പൈസയേക്കാൾ അപ്പുറം മൂല്യത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്.
അല്ലെ? വാല്യൂസിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. മനസാക്ഷിക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. എനിക്ക് പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തു തരുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ എനിക്ക് കൊടുക്കുന്ന വാല്യൂ അത്രയേ ഉള്ളൂ. പൈസക്കാ ഞാൻ വാല്യൂ കൊടുക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ വാല്യൂ ഞാൻ പൈസക്കാ കൊടുക്കുന്നത്. അങ്ങനെ ആയിപ്പോകും. അപ്പൊ അതേസമയം നമ്മൾ ഇതെല്ലാം ബാലൻസ് ആയിട്ട് പൈസയുടെ കൂടെ നമ്മുടെ മനസ്സാക്ഷിക്കും സ്നേഹത്തിനും കരുണയ്ക്കും സമൂഹത്തിനും ഒക്കെ നമ്മൾ വാല്യൂ കൊടുക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി അതിന് എക്സ്ട്രാ വാല്യൂ ഏറി വരും. നമ്മൾ പോലും അറിയാതെ അതിന് എക്സ്ട്രാ വാല്യൂ കയറി വരും. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. നമുക്ക് ഒരുപാട് ഫോക്കസും എഫേർട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളെല്ലാം ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിനോടുള്ള കടപ്പാടിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അതുപോലെ എന്താണ് പരിസ്ഥിതി സംരക്ഷണം മുതൽ സഹജീവികളോട് കരുണയോടുള്ള പെരുമാറ്റം എല്ലാം സമൂഹത്തിനോടുള്ള നമ്മുടെ വാല്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാം അതിൽ പെടും. പരിസ്ഥിതി സംരക്ഷണം മുതൽ നമ്മുടെ സമൂഹത്തിനോടുള്ള നമ്മുടെ ബാധ്യതയുടെ കടപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കാതെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പരിസ്ഥിതിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷിക്കുമ്പോൾ വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന കരുതലാണത്. അവര് നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിലൂടെ അവർ ഇറങ്ങി വരുന്നത്. അപ്പൊ അവരെ നമ്മൾ കരുതണം. നമ്മൾക്കുള്ള ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. ഇത് സംരക്ഷിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ വാല്യൂസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അങ്ങനെ സമൂഹത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും നമ്മൾ വാല്യൂ ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം വരും. ഓക്കെ. അടുത്തത് എന്താണ്? ജീവിതത്തെ മുഴുവൻ മനസ്സോടുകൂടി അനുഭവിക്കുക. ബി ഫുള്ളി അലൈവ്. ഒരു ദിവസം പോലും ജീവിച്ചില്ല എന്ന് തോന്നാതെ ജീവിക്കുക. അതായത് വെറുതെ ഇരുന്ന് അങ്ങനെ നടന്ന് തിന്ന് ഞാൻ എന്താ ചെയ്തതിനൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷം ലഭിക്കുന്ന, എനിക്ക് സമാധാനം ലഭിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതുപോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ തോന്നാതെ നമുക്ക് എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ കരിയറിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് ഒന്നും വേണ്ടിയില്ല. നമുക്ക് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഞാൻ ഇന്ന് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നണം. ജീവിച്ചു എന്ന് തോന്നണം. അങ്ങനെ ജീവിതം മുഴുവൻ അങ്ങനെ ആയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ പാഴാക്കി കളയാതെ ജീവിച്ചു എന്ന് തോന്നിയിട്ടുള്ള ജീവിതമായിരിക്കണം. നമുക്ക് തോന്നണം ഞാൻ ഇന്ന് ജീവിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം, ഫുൾഫിൽമെന്റ് ഉണ്ടായിരിക്കണം. അത് ലഭിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും. അത്രത്തോളം വാല്യൂ നമ്മൾ നമ്മുടെ ലൈഫിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുക. ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് പോലും അതിലെ ഹാപ്പിനെസ് കണ്ടെത്തുക. അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുമ്പോൾ മാത്രമേ നമുക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ലഭിക്കുകയുള്ളൂ. വലുത് സംഭവിച്ചാൽ മാത്രമേ സന്തോഷം ലഭിക്കുകയുള്ളൂ എന്നല്ല. വലിയ വലിയ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നു, അപ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ഫുഡ്, നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡ് കിട്ടി, എത്ര ഹാപ്പിയാണ്. സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുക. വൺ സിപ്പ് ഓഫ് ടീ ആസ്വദിച്ചു കുടിക്കുകയാണ്, സന്തോഷം കണ്ടെത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ആ സമയത്തെല്ലാം നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ പറ്റി ചെയ്യാനുള്ള പ്രഷറിനെ പറ്റിയൊക്കെ ഇതിനെല്ലാം പ്രഷർ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. വെച്ചാൽ ഓരോ നിമിഷവും നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ആസ്വദിച്ചു കൊണ്ടല്ല, പ്രഷർ കൊടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളെ എക്സോസ്റ്റഡ് ആക്കുക ചെയ്യുക. അതേസമയം ഓരോ നിമിഷത്തെയും നമ്മൾ ആസ്വദിച്ച് ചെയ്യാണ്, ഓരോ നിമിഷത്തെയും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് നമുക്ക് ഫീൽ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര ചെയ്താലും നമുക്കൊരു ആത്മസംതൃപ്തിയോ തൃപ്തിയോ ലഭിക്കുന്നില്ല. അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജീവിതം ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് മാറാതെ അതൊരു ജീവിതമായി മാറുന്നു. അതായത് ഉദ്ദേശപൂർണമായ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതമായി മാറുന്നു. ഇത് ജീവിക്കണല്ലോ, എനിക്ക് ജീവൻ ലഭിച്ചു, ഞാൻ ജനിച്ചു വീണു, അതുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നതെന്നല്ല. ജീവിക്കാൻ വേണ്ടി ജീവിക്കണം, അർത്ഥമുണ്ടായിരിക്കണം, ലൈഫിനൊരു മീനിങ് ഉണ്ടായിരിക്കണം. ലൈഫിന് മീനിങ് ഉണ്ടായിരിക്കണം, പേർപ്പസ് ഉണ്ടായിരിക്കണം, ലക്ഷ്യം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, കരുണ ഉണ്ടായിരിക്കണം, എല്ലാം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഒരേപോലെ ഒരുമിച്ച് വരുമ്പോഴേ ലൈഫിന് വാല്യൂ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം വരുമ്പോഴേ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാൾ പഴയ നമുക്ക് വാല്യൂ തരാൻ പോകുന്നില്ല. നമ്മൾ നമ്മുടെ ലൈഫിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നു, എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു, എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ നോക്കി കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് തീരുമാനിച്ചു നാളെ തൊട്ട് എല്ലാവരും മാറി, അങ്ങനെയല്ല. ഞാനും മാറി, അങ്ങനെയല്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ വന്നു തുടങ്ങും. അതിനനുസരിച്ചിട്ട് ഒപ്പമുള്ളവരിലും മാറ്റം ഉണ്ടാകും. അവരും നമ്മളെ വാല്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മനോഹരമായൊരു ജീവിതം നമുക്ക് ലഭിക്കും. അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, സങ്കടങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം കടന്നു പോവേണ്ടി വരും. പക്ഷെ അതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം ലൈഫിന്റെ ഭാഗമാണ്. അതെല്ലാം പോകുമ്പോഴും അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റണം. ദെൻ ഇനിയും ഇൻ കേസ് അവിടെ നമ്മൾ തളർന്നു പോയി എന്നുള്ളൊരു സാഹചര്യം വരികയാണ്, ശരി എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് സഹിക്കാവുന്നതിലും അപ്പുറമായി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തളർന്നു പോയിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ തളർന്നു പോവും, ശരിയാണ്. പക്ഷെ അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മളെ തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എനിക്ക് മുന്നോട്ടേക്ക് വരണം, എനിക്ക് എന്റെ കാര്യങ്ങളെല്ലാം പഴയ പോലെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായി ചെയ്യണം എന്ന് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ തളർന്നിരുന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം. വേറൊരാൾ എത്ര ഫോഴ്സ് ചെയ്താലും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. എത്രത്തോളം ഒരാൾ നമ്മളെ ഫോഴ്സ് ചെയ്താലും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കംപ്ലീറ്റ്ലി ആ ഒരു പവർ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ സ്വയം ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു പവർ നമുക്ക് ലഭിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? എത്രത്തോളം നമ്മുടെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫ് മനോഹരമായി തീരും, ഫുൾഫിൽമെന്റ് ലഭിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിന് വേണ്ട നമ്മൾ വാല്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഫുൾഫിൽമെന്റ്, സന്തോഷം, സമാധാനം, അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പോസിറ്റിവിറ്റി, അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലോട്ട് നമ്മൾ എത്തുകയും ചെയ്യും. വിഷമത്തെക്കാൾ കൂടുതൽ സമാധാനവും സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക. വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ടാവും. നമ്മുടെ പിന്നിൽ ഒരു ഓറ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കായിരിക്കില്ല, മറ്റുള്ളവർക്കായിരിക്കും അത് കൂടുതലായിട്ട് വിസിബിൾ ആവും. നമ്മുടെ കൂടെ ഒരു ഓറ ഉള്ളതായിട്ട്, ഒരു പോസിറ്റീവ് ഓറ നിറഞ്ഞു നിൽക്കും. നമ്മുടെ ആ ഓറയിലോട്ട് ആര് കടന്നു വന്നാലും അവിടെ സമാധാനവും സന്തോഷവും ആയിരിക്കും ഉണ്ടാവുക. അല്ലെ, ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് വന്ന് കുറച്ച് സമയം നിന്ന് സംസാരിച്ച് പോകുമ്പോഴേക്കും എല്ലാവരും ഭയങ്കരമായിട്ട് ആക്റ്റീവായി ചിരിച്ച് കളിച്ച് ഒരു പോസിറ്റിവിറ്റി അവിടെ ഇട്ടിട്ടാവും അവര് പോകും. അങ്ങനെയുള്ള ആളുകളുണ്ട്.
ചില ആളുകളുടെ സർക്കിളിലോട്ട് നമ്മൾ എത്തി അവരുടെ കൂടെ നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഭയങ്കര ലൈഫിനെയൊക്കെ ചിൽ ആൻഡ് കാം ആയിട്ട് കാണാൻ സാധിക്കും. അതിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളോട് ഇപ്പൊ നമ്മൾ തളർന്നിരുന്ന സാഹചര്യം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ നമ്മൾ പറയണം മടുത്തു, എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറയണേ. ഞാൻ ജീവിച്ചിട്ട് എന്താ അർത്ഥം എന്നൊക്കെ പറയുമ്പോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവിടെ നമ്മളെ ഒരുപാട് ഉപദേശിച്ച് കൊല്ലുമെന്നല്ല ചെയ്യാൻ. അങ്ങനെയല്ല, നീ ഇങ്ങനെ കാണണം ജീവിതം എന്ന് പറയുന്നത്, അങ്ങനെ കുറെ തിയറി ഒക്കെ കൊണ്ടുവന്നിട്ട് തരും. ഇതെല്ലാവരും ചെയ്യുക, അവരൊറ്റ വാക്കില് എന്നാ നീ പോയി ചാവ്, ഇങ്ങനെ പറയും. പക്ഷെ ആ ഒരൊറ്റ പറച്ചിലില് നമുക്ക് ആ പോവാനുള്ള കംപ്ലീറ്റ് മൂഡ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? അതല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കുറെ ഉപദേശമല്ലേ വേണ്ടത്. പക്ഷെ ആ ഉപദേശം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഒരുപാട് തിയറിയൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെ മറ്റു അത്ര അവര് കഷ്ടപ്പെടുന്നു നോക്ക്, അതുപോലെ ചെയ്യും, ഇവര് കഷ്ടപ്പെടുന്നു നോക്ക്, എന്നിട്ട് അത് കണ്ടിട്ട് പഠിക്കുക, ഇതൊക്കെ പറയുന്നതിന് ഒരൊറ്റ വാക്കില് ഒന്നും ഇല്ലാതാക്കി കളയും. അത്രയും സമയം നമുക്കുണ്ടായിരുന്ന ഇമോഷൻസിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ചിരിക്കാൻ തുടങ്ങും. അങ്ങനെയാണോ? അപ്പൊ ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിനക്ക് ഉള്ള നഷ്ടം നിനക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകും. വേറെ ആർക്കും നഷ്ടപ്പെടാൻ പോകുന്നില്ല. വേണമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോയിക്കോ. ഈ രീതിയിലായിരിക്കും അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഓരയുള്ളവര് ചെയ്യുന്നുണ്ടാകുക. അത്രയും അത്രയും സിമ്പിൾ ആയിട്ട് ഒരു കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. അതുപോലെ ചെയ്യാൻ പറ്റണം. അവര് അതേ സമയം ഇങ്ങനെ ഒരാള് പറയുമ്പോ നമ്മള് ഭയങ്കര സംഭവമായിട്ട് ഓക്കെ നീ അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ഭയങ്കര കുറച്ചും കൂടി സീരിയസോട് കൂടി കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴേക്കും അവർക്കുള്ള വിഷമം ഒന്നും കൂടി വിഷമത്തിലോട്ട് കിടക്കുക ചെയ്യുക. അവര് വീണ്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ എന്ന് ഓർത്ത് ഇവര് വീണ്ടും ഒന്നും കൂടി വിഷമത്തിലോട്ട് വരും. അതേസമയം വളരെ ഈസി ആൻഡ് കൂളാൻ കാമായിട്ട് ഇവരിതിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളെടുത്തോട്ട് നമ്മൾ എത്തുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അത്രയും നേരം ഈ പറഞ്ഞ പോലെ എത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരാളായിരിക്കും വന്ന് പറയുന്നുണ്ടാകുക. ഇങ്ങനെ പറയുന്നുണ്ടാവുമ്പോ അവരോട് പറയാണ് അത് നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്കൊക്കെ മനസ്സിലാക്കാം. ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അല്ലേ ഞാൻ ഡിപ്രഷനിലോട്ട് പോവാണ് എന്ന് പറയുമ്പോൾ ഡിപ്രഷന് പോകണമെന്നും തിരക്കല്ല, വൈകുന്നേരത്തെ 6 മണിക്ക് തിരിച്ച് വീട്ടിലെത്തണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാവും? ആ ഡിപ്രഷനിലോട്ട് പോവാനുള്ള മൂഡ് പോയി കിട്ടും. ഇനിയിപ്പോ ഞാൻ അവരെ ഡിപ്രഷൻ എന്താന്ന് പറഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും അത് ആലോചിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത ഡിപ്രഷൻ. പക്ഷെ അത് അവർക്ക് ഡിപ്രഷൻ എന്താന്ന് അറിയാഞ്ഞിട്ടല്ല, അവർക്ക് ഈ ഡിപ്രഷൻ എന്താണ് അല്ലെങ്കിൽ ഈ ആ ഒരു ഇമോഷൻ എന്താന്ന് അറിയാഞ്ഞിട്ടല്ല, അതിനെ ഈസി ആൻഡ് കൂൾ ആൻഡ് കാമായിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അല്ലാതെ അറിയാത്തവരും ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്താണെന്ന് അറിയാത്ത സില്ലിയായിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്കിലൂടെ വളരെ ഈസി ആൻഡ് കൂൾ ആൻഡ് കാമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾക്ക് വേണ്ടത്. അത്രത്തോളം ഈസി കൂൾ ആൻഡ് കാമായിട്ട് ഓരോ കാര്യങ്ങളെയും ചെയ്യാൻ പറ്റണം. അത്രത്തോളം നമ്മളെ ലൈഫിനെ നമ്മൾ വാല്യൂ ചെയ്യണം. അത് നമ്മളിൽ പ്രതിഫലിച്ച് കാണാനും സാധിക്കും. അതിന്റെ എല്ലാം അൾട്ടിമേറ്റ് അവസാനം എന്ന് പറയുന്നത് എന്താണ്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫുൾഫിൽമെന്റ്, ഹാപ്പിനെസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദെൻ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നിർത്തുകയാണ്. ഇന്ററാക്ഷൻ ടൈമാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഒന്നുമില്ലേ, ചോദിക്കാനൊന്നുമില്ലേ? കംപ്ലീറ്റ് ആയോ? വേണം, ഇന്ന് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ്. മിസ്സിന്റെ ക്ലാസ് കേട്ടിരുന്നപ്പോ ടൈം പോയത് അറിഞ്ഞില്ല. അടിപൊളി ക്ലാസ് ആയിരുന്നു. മാഷാല്ല, ഇനിയും ഇങ്ങനത്തെ ക്ലാസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് ഈ പറഞ്ഞ പോലെ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് കേൾക്കാൻ താല്പര്യമുള്ളവരുടെ മുന്നിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മളും അറിയാതെ അതിലേക്ക് ഇഴകി ചേർന്ന് പോകും അല്ലേ?
ഉം. ആ അതായത് ഒരാള് പറയുന്ന മാത്രല്ല, ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ അവിടെ ഡ്രൈ ആയി പോകും. അതേസമയം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കൂട്ടത്തിലാണ് നമ്മള്, അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു യെസ് മാം യെസ് അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ ഇറങ്ങിച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കും. മാം താങ്ക് യു. താങ്ക് യു നല്ല സോ മച്ച്. പോയിന്റുകൾ എഴുതിയെടുക്കാൻ പറ്റി, മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ഓക്കെ നോട്ട് ചെയ്യാൻ പറ്റി. കാര്യം ഓക്കെ, താങ്ക് യു സോ മച്ച്. ചില ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി, പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളാണ്. അത് അതുപോലെ പ്രാവർത്തികമാക്കാൻ ഡെഫിനറ്റ്ലി കുറച്ച് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഒരു ശീലമായി മാറുമ്പോൾ അവിടെ നമുക്ക് മാറ്റങ്ങൾ കണ്ട് തുടങ്ങാൻ സാധിക്കും. ജീവിത മൂല്യങ്ങളെ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോവുക, അതാണ് അതെ. ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഉയർച്ചയുണ്ടാവും, സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഡേ ഭയങ്കരമായിട്ടുള്ള ഒരു സമാധാനത്തോടു കൂടി നമുക്ക് ഉറങ്ങാൻ പോവാൻ പറ്റും. ഓക്കെ ബൈ മാഡം. മാഷാ അല്ലാ. ഓക്കെ, താങ്ക് യു മാം. ഇനി സമയത്ത് താങ്ക് യു ഞങ്ങൾക്ക് സോ മച്ച്. ഈ തണുപ്പ് സമയത്ത് ഞങ്ങൾക്ക് ഹോട്ടായിട്ടൊരു ക്ലാസ് തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, നെക്സ്റ്റ്. താങ്ക് യു ഫോർ ആക്റ്റീവ് ഹിയറിംഗ് ആൻഡ് ലിസണിങ്. നല്ല രീതിയിൽ കേട്ടിരുന്നതിനും ശ്രദ്ധിച്ചിരുന്നതിനും എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തീർച്ചയായിട്ടും അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും ഇത് ഈ പറഞ്ഞ പോലെ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചു എന്നതിന്റെ അപ്പുറം ലൈഫിൽ ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടി, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ലൈ ശ്രമിക്കുന്നതോടൊപ്പം ചെയ്ത് 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 മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അസ്സലാമു നമ്മുടെ ചുറ്റും അലൈക്കും ഈ പറഞ്ഞ ഓരോ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ചുറ്റും ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു വെളിച്ചം, പോസിറ്റീവ് ഓറ. ആ പോസിറ്റീവ് ഓറയിലോട്ട് വരുന്നവരെല്ലാം പോസിറ്റിവിറ്റിയിലൂടെ കടന്നു പോകും. എത്ര മനോഹരമായ ഒരു ആചാരമാണല്ലേ അത്. അതെ അതെ അതെ, അതിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ ഒരുപാട് മാറ്റങ്ങളാണ്. നമ്മൾ സെൽഫ് കെയർ കൊടുക്കണം, മറ്റുള്ളവരും അതുപോലെ കെയർ ചെയ്യണം. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ വിഷമമാണ്, ഡിപ്രഷനാണ് എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഇതെല്ലാം സംഭവിക്കും, നോർമലാണ്. അതിൽ നിന്നും വീണ്ടും റിക്കവർ ചെയ്ത് വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് വരിക. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ലൈഫിൽ ഉണ്ടാവും. വിഷമങ്ങൾ ഉണ്ടാവും, വിഷമഘട്ടങ്ങൾ ഉണ്ടാവും, വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ആ ഒരു സംഭവത്തിൽ വിഷമിച്ചിരുന്നതിന് ശേഷം വിഷമിക്കണം. ആ സമയത്ത് വിഷമിക്കാതെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് മോശമായി പോകും. ആ സമയത്ത് വിഷമിക്കേണ്ട സാഹചര്യത്തിൽ നമ്മൾ വിഷമിച്ചിട്ട് ആ ഒരു വിഷമം കഴിഞ്ഞതിന് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഇട്ട് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ പോലെ വരിക, വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് നമുക്ക് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുക. കരയേണ്ട സാഹചര്യത്തിൽ കരയണം. കരച്ചിലും പിടിച്ചു നിർത്താൻ പാടില്ല. ചിരിക്കാൻ മാത്രമല്ലല്ലോ മനുഷ്യനുള്ളത്, കരയാനുള്ളത് കൊണ്ടാണല്ലോ കണ്ണുനീര് നൽകിയിട്ടുള്ളത്. ചിരി മാത്രമല്ല, കരയേണ്ട സാഹചര്യത്തിൽ നമ്മൾ കരഞ്ഞു തന്നെ തീർക്കണം. എന്തായാലും നമുക്ക് അവിടെ ഒരു സമാധാനം ലഭിക്കുള്ളൂ. പൊതുവെ സമൂഹത്തിൽ കാഴ്ചപ്പാട് പറയുന്നത് ആണുങ്ങൾ കരയാൻ പാടില്ല, പെണ്ണുങ്ങൾ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പാടില്ല. ഈ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കി പാട്രിയാർക്കിയുടെ ഭാഗമായിട്ട് വരുന്ന കുറെ കൺസെപ്റ്റുകളാണ് അത്. എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജെൻസി ആൽഫ കുട്ടികൾ നല്ല രീതിയിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും തിരുത്തി കുറിച്ചുകൊണ്ട് പുതിയ ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളും മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മാറാൻ തുടങ്ങി. തന്ത വൈബ് തള്ള വൈബ് എന്നൊക്കെ പറയുന്നതിൽ ഇന്ന് വൈബ് തന്തയും വൈബ് തള്ളിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ആ ഒരു വൈബ് തിരിച്ചിട്ടു. അത് തിരിച്ചിടാനുള്ള ഇപ്പത്തെ തലമുറയാ. ന്യൂ ജനറേഷൻ അങ്ങനെ പാടില്ല, ആവശ്യമൊന്നുമില്ല. യെസ്, അവരൊരുപാട് നന്മകളുണ്ട്. അവര് നമ്മളെ കൂടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഞങ്ങളെ പോലത്തോരൊക്കെ അറിവ് പറഞ്ഞു തരുന്നത് കാര്യല്ലേ. നിങ്ങൾക്ക് ചെറുപ്രായം
അത് അതെ ഉൾക്കൊണ്ട് അതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു മനസ്സ് വന്നതും അതിലേക്ക് എത്തിപ്പെട്ടതും അതൊക്കെ എല്ലാം ഒരു അതെ. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെയല്ല. ഈ പറഞ്ഞ പോലെ പുതിയ തലമുറ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെതായ വരുത്തിക്കൊണ്ടിരിക്കുന്നോണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ അവർക്ക് നല്ല മറ്റുള്ളവരെ രീതിയിലുണ്ട്. അതിൻ്റെതായ എല്ലാ പൊട്ടൻഷ്യലും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു മില്യനേഴ്സിനെയോ 90സിനെയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു 30 വയസ്സൊക്കെ കഴിയണം അവരൊന്ന് പക്വതയിലോട്ട് അല്ലെങ്കിൽ സമ്പാദിക്കാൻ പോലും ജീവിതം സെറ്റിൽ ആവാൻ വേണ്ടി സമ്പാദിക്കണമെങ്കിൽ അവർക്ക് ഒരു പ്രായം വേണ്ടി വരും. എല്ലാം സെറ്റിൽ ആയതിനു ശേഷമാണ് ഒരു മറ്റുള്ളതിൽ പഠനം മുഴുവനായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ സമ്പാദിക്കുന്നതിലോട്ട് കടക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് പഠനത്തിന്റെ കൂടെ ഇതെല്ലാം അവർ കൊണ്ടുപോകുക. അവർക്ക് സമ്പാദിക്കാനും പറ്റുന്നുണ്ട്, അവർക്ക് പഠിക്കാനും പറ്റുന്നുണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതെ 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 അത് കണ്ടിട്ട് എനിക്ക് നമ്മള് ഇൻസ്പിറേഷൻ അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. എൻജോയ് നമ്മള് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവര് പഠിക്കുന്നുണ്ട്, അവര് സമ്പാദിക്കുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഹൗസ് വൈഫ് പറഞ്ഞ വീട്ടിലൊന്നും ഇരിക്കാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ. അതെ, പക്ഷെ ഇവരെ കണ്ടിട്ട് നമുക്ക് പക്ഷെ അതങ്ങനെ നമുക്ക് ആ നമ്മളോട് ട്രാക്കിൽ നമ്മളോട് തന്നെ നമുക്കൊരു പുച്ഛം തോന്നും. ഇത്ര ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നും. അതന്നെ നമ്മളെ ആ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ആ പുഷ് ചെയ്യാൻ ഇത് കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതെല്ലാം അതിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ പാട്രിയാർക്കി ഉണ്ടാക്കിയിട്ടുള്ള കുറെ നിയമങ്ങളാണ്. ആ നിയമങ്ങളെല്ലാം ഇവര് മാറ്റിമറിക്കുന്നുണ്ട്. അത് മാറ്റിമറിക്കുന്നതിനനുസരിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ കംപ്ലീറ്റ് അവരുടെ റിലേഷൻഷിപ്പിലും എല്ലാത്തിലും കാഴ്ചപ്പാടുകളിലും എല്ലാത്തിലും മാറ്റമുണ്ട്. എല്ലാം മാറ്റി ഭാര്യ അങ്ങനെ ആയിരിക്കണം, ഭർത്താവ് അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ വീട്ടുകാർ ഇങ്ങനത്തെ ഉള്ള യാതൊരുവിധ കാര്യങ്ങൾക്കും അവർ കൊടുക്കില്ല. അവർ അൾട്ടിമേറ്റ്ലായിട്ട് അവരെന്താ കൊടുക്കുന്നത്? പരസ്പര സ്നേഹം, സന്തോഷം, ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നത്. ഈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രാധാന്യം നൽകുന്നതിനനുസരിച്ച് മറ്റുള്ള മാമൂലുകള് എടുത്തൊഴിവാക്കി അവരതാ ചെയ്തിട്ടുള്ളത്. മാമൂലുകള് എടുത്തൊഴിവാക്കിയിട്ട് അവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നതിനനുസരിച്ച് ഈ പാട്രിയാർക്കി ഉണ്ടാക്കിയിട്ടുള്ള ഇങ്ങനെ കുറച്ച് നിയമങ്ങളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് മാറുന്നതിനനുസരിച്ച് ഇനി വരും തലമുറ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവര് മാറുന്നത് കണ്ടിട്ട് വലിയ ആളുകൾ മാറാൻ തുടങ്ങി. അതന്നെ വലിയ സമാധാനം. അതെ അതെ അതെ, വലിയവരെ ഇവര് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറ്റി തുടങ്ങി. ഞാനിപ്പം പറയുന്ന പോലെ ഈ ജെൻസി, ജെൻ ആൽഫ, ന്യൂ ജനറേഷൻ പുതിയ തലമുറ വരുമ്പോ മയക്കുമരുന്ന് മാത്രമൊന്നുമല്ല. മയക്കുമരുന്ന് അവരിലുണ്ട്. അതുപോലെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ അവര് വരുന്നുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. പണ്ട് ഈ മീഡിയന്റെ എക്സ്പോഷർ കുറവായതുകൊണ്ട് അത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് കൂടുതലായതുകൊണ്ട് എല്ലാവരും അറിയാൻ തുടങ്ങുന്നുണ്ട്. വളരെ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും പുറത്തേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത്. ഒരുപാട് നന്മയുള്ള ഒരു സമൂഹമാണ് ഇതെന്ന് തിരിച്ചറിയാം. ഓക്കെ, ദെൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സമയം ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ആക്റ്റീവ് ഹിയറിംഗ് ആൻഡ് ലിസണിങ്. മറ്റൊരു മനോഹരമായ ടോപ്പിക്കിലൂടെ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഈ പറഞ്ഞ പോലെ സമയം പോയത് ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. നല്ല ഇഫക്റ്റീവ് ആയിട്ട് ഓക്കെ, താങ്ക് യു. ഓക്കെ, Thank you. ബൈ. Bye. Bye. താങ്ക് യു മാം.